സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ ഭരണഘടന 130 ഭേദഗതി നിയമം 2025 എന്ന പേരിലുള്ള ഒരു ബിൽ അവതരിപ്പിച്ചു. ഈ ബിൽ പ്രകാരം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മറ്റു മന്ത്രിമാർ എന്നിവർക്ക് 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് 30 ദിവസം തുടർച്ചയായി തടങ്കലിൽ കഴിയേണ്ടി വന്നാൽ അവർക്ക് സ്വയമേ സ്ഥാനം നഷ്ടപ്പെടും. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ ഭരണഘടനയിൽ തടങ്കലിൽ കഴിയുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർക്ക് പദവി നഷ്ടപ്പെടുമെന്ന പ്രത്യേക വ്യവസ്ഥയൊന്നുമില്ല. ബിൽ പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 75, 164, 239 AA എന്നിവയിൽ പുതിയതായി ഉപവ്യവസ്ഥകൾ ചേർക്കുകയാണ്. ബിൽ പറയുന്നതനുസരിച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് അറസ്റ്റിലായി തടങ്കലിൽ കഴിയുന്ന മന്ത്രിമാർ ഭരണഘടനാപരമായ ധാർമ്മികതയും സൽഭരണത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ തകർക്കാം. ഇതിലൂടെ ജനങ്ങൾ അവർക്ക് നൽകിയ ഭരണഘടനാപരമായ വിശ്വാസം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 75 പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ നിയമിക്കും. മറ്റ് മന്ത്രിമാരെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 75(2) മന്ത്രിമാർ രാഷ്ട്രപതിയുടെ വിശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം സ്ഥാനത്ത് തുടരും. അനുച്ഛേദം 75(3) മന്ത്രിസഭയെ മുഴുവനായി ജനപ്രതിനിധി സഭയ്ക്ക് മുന്നിൽ ഉത്തരവാദിത്തമുള്ളതാക്കുന്നു. 75(4) മന്ത്രിമാർ സ്ഥാനാരോഹണത്തിന് സത്യപ്രതിജ്ഞ ചെയ്യണം. 75(5) 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിലെ ഏതെങ്കിലും സഭയിൽ അംഗമല്ലാത്ത മന്ത്രി സ്വയം സ്ഥാനം നഷ്ടപ്പെടും. ഇതുപോലെ ആർട്ടിക്കിൾ 164 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നതിനെയും 239 AA ഡൽഹി യൂണിയൻ പ്രദേശത്തെ ഭരണ സംവിധാനത്തെയും കുറിച്ചാണ്. ബിൽ നിർദ്ദേശിക്കുന്ന പ്രധാന മാറ്റങ്ങൾ പുതിയ ഉപവ്യവസ്ഥകൾ ആണ്. 75(5)A, 164(4)A, 239 AA 4A എന്നിവ ചേർക്കുന്നു. ഇതനുസരിച്ച് ഒരു പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാർ 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് 30 ദിവസം തുടർച്ചയായി തടങ്കലിൽ കഴിയുമ്പോൾ 31-ാം ദിവസത്തിൽ അവർ സ്വയം സ്ഥാനത്ത് നിന്ന് പുറത്താവും. ബില്ലിനെ നമ്മൾ ലഘുവായി ഒന്ന് സംഗ്രഹിച്ചാൽ, ഒരു മന്ത്രി 30 ദിവസം തടങ്കലിൽ കഴിഞ്ഞാൽ രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം 31-ാമത്തെ ദിവസം തന്നെ മന്ത്രിയെ പുറത്താക്കണം. പ്രധാനമന്ത്രി ഉപദേശം നൽകാത്ത പക്ഷം മന്ത്രി 32-ാമത്തെ ദിവസം സ്വയം സ്ഥാനത്ത് നിന്ന് പുറത്താവും. പ്രധാനമന്ത്രി തടങ്കലിൽ 30 ദിവസം കഴിഞ്ഞാൽ 31-ാം ദിവസം തന്നെ രാജിവെക്കണം. രാജിവെക്കാത്ത പക്ഷം 32-ാമത്തെ ദിവസം സ്വയം സ്ഥാനം നഷ്ടമാകും. പ്രധാനമന്ത്രി, മന്ത്രി തടങ്കലിൽ നിന്നും മോചിതനായാൽ വീണ്ടും രാഷ്ട്രപതിക്ക് നിയമിക്കാം. ഇത് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും അവരുടെ മന്ത്രിസഭയ്ക്കും ഡൽഹി യൂണിയൻ പ്രദേശത്തെ മന്ത്രിസഭയ്ക്കും ഈ നിയമം ബാധകമാണ്. ഈ ബില്ലിൻ്റെ പശ്ചാത്തലം പ്രതിപക്ഷ മന്ത്രിമാരുടെ അറസ്റ്റാണ്. ഈ ബിൽ വരുന്നത് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 5 മാസത്തിലധികം ജയിലിൽ കഴിയുകയും രാജിവെക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിൽ പോകുന്നത് വിലക്കി. സത്യേന്ദ്ര ജെയിൻ ED അറസ്റ്റ് ചെയ്യാനുണ്ടായത്. മെയ് 20, 2022 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 28, 2023 അദ്ദേഹം രാജിവെച്ചു. മനീഷ് സിസോഡിയ CBI അറസ്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 26, 2023 ഫെബ്രുവരി 28 അദ്ദേഹം രാജിവെച്ചു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യുന്നത് ജനുവരി 31, 2024 അറസ്റ്റിലായ ദിവസം തന്നെ അദ്ദേഹം രാജിവെച്ചു. പിന്നീട് ഹൈക്കോടതി ജാമ്യം അനുവദിക്കാനുണ്ടായത്. അതായത് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അസ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം കേന്ദ്ര ഏജൻസികളെ വിനിയോഗിച്ച് അറസ്റ്റ് ചെയ്ത് വോട്ടെടുപ്പിലൂടെ തോൽപ്പിക്കാൻ കഴിയാതെ പിടികൂടിയാണ് പുറത്താക്കുന്നത്. ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ ആർട്ടിക്കിൾ 368(2) പ്രകാരം പാർലമെൻറ്റിൽ 2/3 അംഗങ്ങളുടെ പിന്തുണ വേണം. ഇപ്പോൾ ഇന്ത്യക്ക് സ്വയം ആ ഭൂരിപക്ഷം ഇല്ല. ഇവിടെ ഭരണഘടനാ ധാർമ്മികതയും രാഷ്ട്രീയ ദുരുപയോഗവും തമ്മിലുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ പീഡിപ്പിക്കൽ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും തടങ്കലിൽ കഴിയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ടതില്ല. ആർട്ടിക്കിൾ 164(1) പ്രകാരം ഗവർണറുടെ പ്രഷർ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് തടങ്കലിൽ കഴിയുന്ന മുഖ്യമന്ത്രി. എന്നാൽ ഈ ബില്ല് 1 മാസം വരെ തടങ്കലിലിരുന്നാലും സ്ഥാനത്ത് തുടരാനുള്ള നിയമപരമായ അവകാശങ്ങൾ നൽകുന്നുണ്ട്. നിലവിലുള്ള അയോഗ്യത വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് ആർട്ടിക്കിൾ 102, 199 അത് MP-മാരെയും MLA-മാരെയും അയോഗ്യരാക്കുന്ന വ്യവസ്ഥകളാണ്. അയോഗ്യതയ്ക്കുള്ള കാരണങ്ങൾ: സ്ഥാനം തൻ്റേതായ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുക, മാനസികമായ ആരോഗ്യമില്ലായ്മ, പാപ്പരാകുക, ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടൽ, പാർലമെൻറ്റ് നിർമ്മിച്ച നിയമങ്ങൾ പ്രകാരമുള്ള അയോഗ്യത എന്നിവയാണ്.
ജനപ്രതിനിധി നിയമം അനുസരിച്ച് ചില കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിച്ചാൽ അംഗത്വം നഷ്ടപ്പെടും. 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിച്ചാൽ സ്വയം അയോഗ്യതരാകും. ഇതിനെല്ലാം ശേഷം ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് ഈ ഭേദഗതി രാഷ്ട്രീയ ധാർമ്മികത ഉറപ്പാക്കുമോ എന്നതാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പിടിച്ചുകെട്ടാനുള്ള മറ്റൊരു ഭരണഘടനാ ആയുധമാകുമോ എന്ന ചർച്ചയാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത്.